ഗുഡ് മോർണിംഗ് അമ്മക്കുട്ട. ബാഡ് മോർണിംഗ്. അതെന്ത് പറ്റി? ഇന്നലെ നൈറ്റ് ബാഡ് ആക്കിയില്ലേ, അതുകൊണ്ട്. ഓഹോ, അതിനാണോ പിണങ്ങിയിരിക്കുന്നത്? ഇന്നലെ ആ ഡോറി കളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞില്ല എന്റെ മൂഡ് പോകുന്നു. എന്നാലും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് നൈറ്റ് അല്ലല്ലോ, സെക്കൻഡ് നൈറ്റ് അല്ലേ? സെക്കൻഡ് നൈറ്റ് ഓർമ്മയില്ല? എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ പോയപ്പോ അവിടെ വെച്ച് നമ്മുടെ ഫേസ്റ്റ് കിസ് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ് നമ്മൾ ബിയർ അടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഫേസ്റ്റ് നൈറ്റ്. ഇല്ല, ഉറങ്ങി. ഫേസ്റ്റ് നൈറ്റ് ഇല്ല, ഉറങ്ങി. അമ്പാടി ഉറങ്ങിയായിരുന്നു, പക്ഷെ ഞാൻ ഉണർത്തി. എന്ത്? അപ്പൊ ഇന്ന് നൈറ്റ് സെക്കൻഡ് നൈറ്റ്. എന്നാൽ ഈ കൊച്ചിനെ പെണ്ണ് കാണാൻ പോകണ്ടെന്ന് പറയാൻ എങ്ങനെ തോന്നി? നല്ല കിടിലും കൊച്ചാലോ, എനിക്കും ഒക്കെ അല്ലോ. പിന്നെ അവനെന്താ കുഴപ്പം? ഓ, അവനാലേ പെണ്ണ് കാണുന്നത്. ഓ, ഇതിങ്ങനെ ഇടിവെട്ടി സാധനം അമ്പാടിക്ക് ഇഷ്ടപ്പെട്ട് തന്നെ. ഇതിന്റെ ഭാര്യയല്ലേ, അവിടെ ചെയ്തിട്ട് കളിക്കുക ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ, ഈ കുട്ടി കൊള്ളാം. മോളെ നീങ്ങന്ന്. എന്താ? ഈ കൊച്ചെങ്ങനെയുണ്ട്? കൊള്ളാം. ആ, ഇപ്പൊ എന്തായാലും ഉറച്ചു തന്നെ. അല്ല, ഒരു സി എക്കാരൻ പയ്യന് വേണ്ടിയിട്ടായിരുന്നേ. ഓ, സി എക്കാരനത് പോരാട്ടോ. ഞാനേ ഈ കൊച്ചു തരും. സി എക്കാരനാകുമ്പോ ഒരു ഗമയൊക്കെ വേണ്ടേ? ഓക്കെ, ഈ കൊച്ചിന് ഗമയുണ്ടല്ലോ, എഴുതി വെച്ചേക്കണ നോക്കിയേ. അത് ഗമയല്ല, ഗംഗ. ആ കൊച്ചിന്റെ പേരാ അത്. ഇത് തരും. ആ, നിന്നോട് ഞാൻ പറഞ്ഞല്ലോടാ പെണ്ണ് കാണാൻ പോകണ്ടെന്ന്. എടാ ജയ, ഈ കുട്ടി കൊള്ളാ. നമ്മുടെ ചെക്കനോറ്റല്ല കിടിലം പെൺകുട്ടിയെ ഈ കുട്ടി സെലക്ട് ചെയ്ത് തന്നു. ഇത് നോക്കിയേ, എങ്ങനെയുണ്ട്? ആ, ഓ, തങ്കം പോലത്തെ കൊച്ചു കൊള്ളാടാ. ആ, കൊള്ളാല്ലേ. ഇനി അവനും കൂടി ഇഷ്ടപ്പെട്ട ഇത് അങ്ങ് ഉറപ്പിക്കാം. എടാ, അവനോട് ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ട്, നീ അവളോടൊന്നും ഇഷ്ടമാണെന്ന് ചോദിക്കും. ഈ കുട്ടിയെ നീ സെലക്ട് ചെയ്ത് തന്നത് അല്ല, ചോദിക്കാൻ പറ്റും ഈ കുട്ടി ആരാ? എടാ, ഇതെന്തായാലും അമ്പാടി വിളിച്ചിറക്കിയോട് വന്നാ. നമസ്കാരം മോളെ. അപ്പൊ കല്യാണം, കമ്മീഷൻ എല്ലാം പോയി. അല്ല, കുഴപ്പമില്ല, അനിയനെടുത്തുണ്ടല്ലോ, അത് വെച്ച് ഞാൻ സമാധാനിച്ചോളാം. കൃഷ്ണമോളല്ലേ? ആ, മോളുടെ ഫോട്ടോ കാണിച്ചപ്പോഴേ അവിടെ വിജയൻ ചേട്ടൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായി. കല്യാണം ഉടനെ നടത്താം, ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അല്ല, മോളെന്ത് ഇവിടെ? അല്ല ജയ, ഇവളെന്ത് ഇവിടെ? കമ്പൈൻ സ്റ്റഡി ആണോ? ആ, കിച്ചുവായിട്ട് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. എക്സാം എഴുതാൻ കൊണ്ടുവന്നാ. ഏടാ പൊട്ടാ, നിനക്ക് എന്താ? ഇന്നലെ കിച്ചു വിളിച്ചിറക്കിയോണ്ട് വന്നാ. അപ്പൊ കിച്ചും പോയി അമ്പാടിയും പോയി. മക്കളെ ഈച്ചത് എന്നോട് കണ്ടായിരുന്നിട്ടാ. ചേട്ടോ, എന്തൊക്കെയുണ്ട്? കാണാനേ ഇല്ലല്ലോ. അല്ല, ഞാൻ വരുമ്പോഴൊക്കെ നീ വിളിക്കാറല്ലേ പതിവ്, പിന്നെ എങ്ങനെ കാണും? ചേട്ടാ, ഇതാണ് എൻ്റെ. മനസ്സിലായി. ചേട്ടാ, ഇതാണ് എൻ്റെ. ആ, മനസ്സിലായി. അല്ല, കെട്ടപ്പോഴായിരുന്നു? കെട്ടായിട്ട് നടത്തിയിട്ടില്ല, സാവകാശം കിട്ടിയില്ല. അപ്പൊ കെട്ടി കഴിഞ്ഞില്ലല്ലോ, കല്യാണം ഞാൻ നടത്തും. ആ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ, എന്തായാലും നീ കിടന്ന് കുറെ ഓടിയല്ലേ, ഞാനൊരു ചെറിയ കമ്മീഷൻ ഇട്ടേക്കാം. നീ ഇപ്പൊ ചെല്ല്. മതി, ഇനി കമ്മീഷൻ മതി. കല്യാണം നടന്നില്ലേ, ഇനി കമ്മീഷൻ മതി. പോട്ടെ. എടാ അമ്പാടി, നീ എല്ലാവരെയും വിളിച്ചോണ്ട് അകത്തോട്ട് പോ. നിങ്ങളുടെ കെട്ടിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. എടാ, അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ കെട്ടും കാര്യങ്ങളൊക്കെ? അല്ലമ്മ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി വലിയ ആർഭാടമൊന്നും ഇല്ലാതെ ചെറിയ രീതിയിലൊക്കെ നടത്തിയാൽ പോരെ? അതെ, എല്ലാം കൂടെ ഒറ്റ ദിവസം ഒറ്റ പന്തൽ വെച്ച് നടത്താം. നമുക്ക് ക്രിസ്റ്റൽ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാം. നീ ബുക്ക് ചെയ്ത് ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ കാശ് കൊടുത്ത് വാങ്ങരുത്. ഇടയിലൊക്കെ അവിടെയൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാ. നമുക്ക് അതിൽ അമ്പലത്തിൽ വെച്ച് നടത്താം. ആ, എന്ന് നമുക്ക് ശബരിമല പോയിട്ട് വന്നിട്ട് നമ്മുടെ കല്യാണം നടത്താന്ന് പറയുമായിരുന്നു. അല്ല അമ്മാവാ, ഗുരുവായൂർ നല്ലതല്ലേ? ഗുരുവായൂർ നല്ലതാണ്. ഗുരുവായൂർ നല്ലതായിട്ടല്ലേ ഒരുപാട് ആൾക്കാരോടെ പോകുന്നത്. അപ്പൊ ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താലോ? ഓളെ ഗുരുവായൂരൊക്കെ പോണെങ്കിൽ നല്ല ചെലവ് വരും. 2 കല്യാണമാണേ. അമ്മാവ, ചെലവ് ചുരുക്കാനാണെങ്കിൽ നമുക്ക് സദ്യക്ക് കൊടുക്കുന്ന പായസത്തിന്റെ അളവും പപ്പടത്തിന്റെ എണ്ണവും ഒക്കെ ഒന്ന് കുറച്ചാൽ പോരെ? അതിന് സദ്യയൊക്കെ ആരും കൊടുക്കുന്നു? അതൊക്കെ വലിയ ചെലവാ. അല്ല, ബന്ധുക്കളൊക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണ്ടേ? അതിന് ബന്ധുക്കളെയൊക്കെ ആരും വിളിക്കുന്നു? അതൊക്കെ വലിയ ചെലവാ. അമ്മാവ, ചെലവില്ലാത്ത കാര്യം ഞാൻ പറയട്ടെ. ആ, പാത്തോട് പറ.
ചെലവില്ലാത്ത കാര്യം പറയാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. നമുക്ക് പള്ളിയിൽ പോയി ഉസ്താദിനെ കണ്ട് കാര്യം പറഞ്ഞാലോ? പള്ളിയിലോ? അതൊന്നും വേണ്ട. നമ്മൾ ഹിന്ദുക്കളുടെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്തിയാൽ മതി. എനിക്ക് മറ്റു മതക്കാരും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അക്കാര്യത്തിൽ ഞാൻ ഒരല്പം പഴഞ്ചരാ. അല്ല അമ്മാവ, ഞങ്ങളുടെ ബന്ധം അംഗീകരിച്ച കുറച്ച് ബന്ധുക്കളുണ്ട്. എനിക്ക് അവരെ വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കുറച്ചല്ലേ ഉള്ളൂ, അവർ വന്നോട്ടെ. ആ, മുസ്ലിം ആയ ഏട്ടത്തിയുടെ ബന്ധുക്കൾ പിന്നെ അന്യമതക്കാരേ അല്ലല്ലോ. പാത്തു, മോള് മുസ്ലിം ആണോ? ആ, അമ്മാവൻ അറിയില്ലായിരുന്നു? ഇല്ല, പാത്തു എന്നുള്ളത് പാർവതിയുടെ ചെല്ലപ്പേരാണെന്ന് ഞാൻ വിചാരിച്ചത്. എടാ കിച്ചു, എടാ ആ കൊച്ചിന്റെ പേരെന്തോടാ? കൃഷ്ണ. ഹോ, എന്റെ കൃഷ്ണ. എന്നാലും അമ്പാടി, നീ എന്നോട് കാണിച്ച ചതിയാ കേട്ടോ. അല്ല മാവ, ഈ പ്രേമത്തിന് കണ്ണും മൂക്കും കാതും ഒന്നും ഇല്ലെന്നല്ലേ പറയാ? ഇതൊന്നും ഇല്ലെങ്കിലും മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാ. ഉപ്പ അല്ല അമ്മാവ, ഇത്രയ്ക്ക് ചെലവാണെങ്കിൽ കല്യാണം നടത്തണ്ട. ഞങ്ങൾക്ക് ലിവിങ് ടുഗദർ മതി. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. മോളെ മോക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഇല്ലേ? അതെന്ത്? ചോരയില്ലാത്തവൾ. കുറച്ച് ചെലവായാലും വേണ്ടിയില്ല, എനിക്ക് അഭിമാനമാ വലുത്. ചെലവ് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണം ക്രിസ്ത്യയിൽ വെച്ച് നടത്തിക്കൂടെ അമ്മാവ? എങ്ങനെ വേണോന്ന് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഇപ്പൊ എല്ലാരും ഒന്ന് പോയേ 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 ഓടാ. ഞാൻ വിചാരിച്ച അമ്മാനെല്ലാം അറിയായിരിക്കും. ശേ, പാവം വിഷമമായി കാണും. അല്ല അമ്മാവനെന്താ കല്യാണം കഴിക്കാത്ത? ഒരുപാട് ആലോചനകളൊക്കെ വന്നതാ. ഞാനും കിച്ചൻ ശ്രീകുട്ടിയൊക്കെ അവർക്കൊരു ബാധ്യതയെന്ന് പറഞ്ഞപ്പോൾ എല്ലാം വേണ്ടാന്ന് വെച്ചു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പാവം. അല്ല ശ്രീകുട്ടി ഇപ്പോ? അവളിപ്പോൾ ബാംഗ്ലൂര്. ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ എന്താവും എന്തോ. എന്നാലും എന്റെ ചേട്ടൻ കൊള്ളാലോ. ഒരു മുസ്ലിം പെണ്ണിനെയൊക്കെ അടിച്ചോണ്ട് വരാന്ന് പറഞ്ഞാ സമ്മതിക്കണം. ആ ധൈര്യം കൊടുത്തത് ഞാനല്ലേ. ഞാൻ നിന്ന് മൂപ്പിച്ച് കൊടുത്തോണ്ടല്ലേ ചേട്ടൻ പോയി വിളിച്ചോണ്ട് വന്നേ. എന്തിന്? അല്ലാതെ നിന്നെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും? ഇതാകുമ്പോ എനിക്കൊരു കൂട്ടുപോയി. ആ, അതെന്തായാലും നന്നായി. എന്നാലും ചേട്ടനും പാത്തും തമ്മിൽ എങ്ങനെ പരിചയം ഞാൻ ആലോചിക്കണം. എന്താ ചേട്ടത്തമ്മ നിനക്ക് നേരത്തെ അറിയൂ? ആ, അവളെന്റെ ജൂനിയർ അല്ലായിരുന്നോ? എന്നിട്ട് നിങ്ങൾ ഇതുവരെ പരിചയം പോലും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അവൾ എന്നോട് വന്ന് മിണ്ടില്ല, പിന്നെ ഞാനും മിണ്ടാൻ പോയില്ല. ചിലപ്പോൾ അവളെ കോളേജ് സീക്രട്സ് ഞാനിവിടെ പറയുന്നത് വിചാരിച്ചിട്ടായിരിക്കും. അയ്യോ, അതിനെന്ത് കോളേജ് സീക്രട്സ്? അവൾക്ക് കോളേജിൽ പഠിക്കുമ്പോഴേ ഒരു പയ്യനായിട്ട് ചെറിയൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നു. അയ്യോ എൻ്റെ പൊന്നു മോളെ, ഇതാ കിച്ചു ഒന്നും കേൾക്കല്ലേ. അവനൊരു സൈക്കോയാണ്. ആ പാത്ത ഒരു സൈക്കോയാ. അവള് പണ്ട് കോളേജിൽ വെച്ചിട്ട് ചെക്കന്മാരെയൊക്കെ വായിൽ നിർത്തി ഇടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ പാവം ചേട്ടൻ. നീ ഇതിപ്പോ തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ട. അങ്ങേർക്കാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സാ. ചേട്ടൻ കരയും. എന്നാ ഇനിയിപ്പോ ആ കുഞ്ഞ് കരയാൻ പോകുന്നേ ഉള്ളൂ. എന്താ? പണ്ട് കോളേജിൽ വെച്ച് അടി ഉണ്ടാക്കിയിട്ട് പ്രിൻസിപ്പൾ അവളുടെ പാരന്റ്സിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ആ, അവളുടെ വാപ്പയൊക്കെയും വന്നിട്ട് മോളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, മോളെ അടി ഉണ്ടാക്കിയ ന്യായമുള്ള കാര്യത്തിനാന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിനെയും പിടിച്ചിടിച്ചു. അവരുടെ ഫാമിലി തല്ലുകാരാ? തല്ലിപ്പൊളി ഫാമിലിയാ, തല്ലി പൊളിക്കും. നമ്മൾ പൊളിക്കും. ഉമ്മയാ? അതല്ല എൻ്റെ ഉമ്മ. ആ ഉമ്മ. എടി മോളെ, എന്നിട്ട് പാപ്പയൊക്കെയും കൂടി ആ ബീറാനും കുട്ടി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ടോ? അടച്ചോനെ, എന്തിനാ ഉമ്മ അവരിങ്ങോട്ട് വിട്ടെ? എടി ഞാൻ വിട്ടതല്ല, ബീറാനും കൂടി നിന്റെ വാപ്പ് വന്ന് കയറിയപ്പോ ഞാൻ കരുതിയത് വല്ല പോത്തിന് കളയാൻ ഇറക്കാനാണെന്നാ. പിന്നല്ലേ മനസ്സിലായി തൃപ്പണിത്തറയ്ക്ക് പോകാനാണെന്ന്. ഈ ഇങ്ങോട്ട് വരുന്നതിന് ബീരാന കൂട്ടണ എന്തിനാ? ആ, നിന്റെ ചെറുക്കനെ ഇറക്കാനായിരിക്കും. അല്ല ഉമ്മ, നീ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞതാ. തൽക്കാലം നീ അവനോട് ഇങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറ. ശരി ഉമ്മ. എന്താ? എൻ്റെ ഇക്കയും വാപ്പ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വിരുന്ന് വിളിക്കാനാ? വിരുന്നില്ല, നിന്റെ 16 പുരതന് ആ വീടിൻ്റെ അടുത്തുള്ള ഇറച്ചി വെട്ടുകാരനെയും കൊണ്ടുവരുന്നത്. അപ്പോൾ വയലൻസ് കൺഫേം. അല്ല, നിന്നോട് ഉമ്മ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ മാറി നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാളത്തേക്കാ? അതും ശരിയാ. നമുക്ക് ഈ കാര്യം ഇവിടെ എല്ലാവരോടും പറയണ്ടേ? അതും ശരിയാ. വാ. ഈ കുത്താൻ വരുന്ന പോത്തിനോട് നമുക്ക് വേദം ഓതാം, പക്ഷെ പോത്ത് വീട്ടുകാരനോട് നമ്മൾ എന്ത് പറയും? എനിക്കാണെങ്കിൽ പേടിയാവുന്നു. ഒരു 10 മാസം അവരൊന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഈ ബന്ധം അംഗീകരിക്കുന്ന ഒരു സെറ്റപ്പ് എൻ്റെ ഉണ്ടായിരുന്നു. ആ അതെന്താ 10 മാസം? അല്ല, 10 മാസം ഈ ഒളിച്ചോടിയൊക്കെ കഴിഞ്ഞ് 10 മാസമൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒരു സ്ട്രാറ്റജി. നിങ്ങൾ ഇങ്ങനെ തമാശ കളിക്കല്ലേ. നമ്മുടെ കയ്യിലാകെ 45 മിനിറ്റേ ഉള്ളൂ. ഈ സമയം ബുദ്ധിപരമായിട്ട് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ചേട്ടാ അടുത്ത ഹോട്ടലിലെ ബീഫ് മന്തിയാ. അയ്യോ, എനിക്ക് ആലോചിച്ചിട്ട് എത്തുമ്പടിയും കിട്ടുന്നില്ല. ഇനി കരഞ്ഞ് കാലേ വീഴാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുനിയുന്ന ടൈമിലാണ് തലവെട്ടി കളയുന്നെങ്കിലോ? എന്റെ ഒരു അഭിപ്രായത്തിലേ
ഈ വെട്ടാൻ വരുന്ന വാപ്പേനെ തൽക്കാലം പോത്ത് ഡീലേറ്റ് അല്ല പാത്തു ഡീലേട്ടെ. ചേട്ടൻ തൽക്കാലം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയേക്ക്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഈ 10 മാസം കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ മതി. അയ്യോ, ആ 10 മാസ പ്ലാനിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല. ഇവളും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളിനി ബീഫ് മന്തി അല്ല ബീഫ് ഫ്രൈ ആയെന്ന് പറഞ്ഞാൽ 10 മാസത്തിനുള്ളിൽ നടക്കൂല. അതിനുമ്പോ അത് ഇവള് പറഞ്ഞ പോലെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നേ. അങ്ങനെ ആരും എങ്ങോട്ട് ഒളിച്ചോടണ്ട. ഇവിടെ ആരെയും പേടിച്ച് എങ്ങും പോകുന്നില്ല. ഒരു സഹ്യപർവ്വതം പോലെ ഞാനവിടെ നിൽക്കുമ്പോ നിങ്ങൾക്കൊന്നും ഒരു ചുക്കും സംഭവിക്കില്ല. ഒരു വൻമതിൽ പോലെ ഞാൻ അവിടെ ഇരിക്കും. നിങ്ങളുടെ സുരക്ഷ ഇനി എന്റെ ഈ കൈകളിൽ. നിങ്ങൾ പൊയ്ക്കോ, പൊയ്ക്കോളെ. രുതിരതാണ്ഡവം നടത്തി ചോര കൊണ്ട് മുഖം കഴുകി വീരശൂരനായകൻ വന്നിതാ. വന്നിതാ വീരൻ വീരൻ ഞാൻ ധീരൻ വീരൻ 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 ഞാൻ ധീരശൂരൻ. ധീരാ ധീരാ ശൂരാ വാടാ. ധീരാ ധീരാ ശൂരാ അമ്മ വാടാ. നിങ്ങളായിരുന്നു ഇവിടെ പാത്തു. ഉം. നീ എന്റെ ഉമ്മയെ വിളിച്ചൊന്ന് ചോദിക്കണം, എന്റെ വാപ്പ മണ്ണ് തുറന്നാണോ വരുന്നതെന്ന്. ഹലോ മോളെ, ആ ഉമ്മ ബാപ്പയും പേരാനും അവരെ തൃപ്പൂണിത്തുറയില് മൂത്ത പോത്തിനെ നോക്കാൻ പോയതാ. അറക്കുമ്പോ മോൾക്ക് കുറച്ച് കൊടുത്തു വിടട്ടെ. എന്റെ ഫാമിലി തകിലടിയും ഹമ്പും കൊമ്പും കുഴൽ വിളിയും ഒടുവിൽ സ്നേഹപ്പൂത്തിരികത്തും ഫാമിലി. മോളെ പാത്തു, ഇനി നിന്റെ വാപ്പ പോത്തിനെ എടുക്കാൻ പോകുമ്പോ പറയണം ഇവിടെ ഒരു മൂത്ത കാള നിപ്പുണ്ടെന്ന്. എന്റെ ഫാമിലി തകിലടിയും ഹമ്പും കൊമ്പും